ഈ കാണുന്ന A4 പേപ്പർ വെച്ചിട്ട് നമുക്കൊരു അടിപൊളി ഗൺ ഉണ്ടാക്കിയെടുക്കാം. അപ്പം നേരെ വീഡിയോയിലോട്ട് പോകല്ലേ. അപ്പോൾ ഈ കാണുന്ന പോലെ നോർമൽ ഒരു A4 പേപ്പർ നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മളൊരു A4 പേപ്പർ വെച്ചാണ് ഈ ഒരു ഗൺ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഒരു പേപ്പർ എടുത്തിട്ട് നമ്മളിതുപോലെ രണ്ടായിട്ട് അങ്ങോട്ട് മടക്കി എടുക്കുന്നുണ്ട്. പേപ്പർ വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും സിമ്പിളസ്റ്റ് ആയിട്ടുള്ളൊരു ഗണ്ണാണ് നമ്മളിവിടെ ഉണ്ടാക്കിയെടുക്കുന്നത്. എന്തായാലും ആദ്യത്തെ ഒരു മടക്ക് കഴിഞ്ഞതിന് ശേഷം ആ ഒരു മടക്കിൽ നിന്ന് തന്നെ നമ്മൾ വീണ്ടും ഒന്നുകൂടെ ആ ഒരു പേപ്പർ മടക്കി അങ്ങോട്ട് എടുക്കുന്നുണ്ട്. എന്തായാലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ഒരു വീഡിയോയ്ക്ക് ലൈക്ക് നിന്ന് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ മടക്കിയെടുത്ത ആ ഒരു പേപ്പർ നമ്മളിവിടെ നൂർത്തെടുക്കുന്നുണ്ട്. നൂർത്തെടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം 4 ലൈൻസ് ഉണ്ട്. ആ ലൈൻസ് വെച്ചിട്ട് നമ്മൾ ആ 4 പേപ്പർ നമ്മൾ കട്ട് ചെയ്ത് ഇതേപോലെ എടുത്തിട്ടുണ്ട്. അങ്ങനെ പേപ്പർ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പേന ആവശ്യമുണ്ട്. ഈ ഒരു പേന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പേന വെച്ചിട്ട് നമുക്ക് ആ എടുത്ത 4 പേപ്പറും ഒന്ന് റോൾ ചെയ്തെടുക്കണം. അപ്പോൾ അതേ ആദ്യം തന്നെ ഞാനൊരു പീസ് പേപ്പർ ഇവിടെ എടുത്തിട്ടുണ്ട്. ഈ ഒരു പേപ്പർ നമ്മൾ ആ ഒരു പേനയുടെ ബോഡിയിലേക്ക് വെച്ചിട്ട് ഇതേപോലെ അങ്ങോട്ട് റോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. ഇപ്പം നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ഗണ്ണിൻ്റെ മെയിൻ പാർട്ടാണ്. അതുകൊണ്ട് തന്നെ അത് കറക്റ്റ് പെർഫെക്ഷനോട് കിട്ടാൻ നമ്മൾ മാക്സിമം നോക്കണം. ഇങ്ങനെ റോൾ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ആ ഒരു പേപ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റുമ്പോഴത്തേക്കും നമ്മുടെ ഗണ്ണ് കാണാൻ ഒരു രസം കാണുന്നില്ല. അപ്പോൾ നല്ല വൃത്തിക്ക് തന്നെ നമ്മൾ ചെയ്തെടുക്കണം. അങ്ങനെ നമ്മളത് റോൾ ചെയ്ത് അവസാനത്തെ പേപ്പർ ഇവിടെ ഗ്ലൂ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഗ്ലൂ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പതിയെ നമ്മുടെ ആ ഒരു പേനയിൽ നമ്മുടെ പേപ്പർ അങ്ങോട്ട് സെപ്പറേറ്റ് ചെയ്ത് മാറ്റാം. അപ്പം മാറ്റിക്കഴിഞ്ഞാൽ ഇതേപോലെ ഇരിക്കും. അപ്പോൾ ഇതേപോലെ ഒരു 5 എണ്ണമാണ് നമ്മളിവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഈ ഉണ്ടാക്കിയ പാർട്ട് നമ്മുടെ ആ ഒരു ഗണ്ണിൽ എവിടെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഗണ്ണ് പിടിക്കുന്ന ആ ഒരു ഹാൻഡിൽ ഭാഗത്താണ് നമുക്ക് ഈ ഒരു പാർട്ട് ആവശ്യമുള്ളത്. അപ്പോൾ നമുക്ക് എത്രത്തോളം വേണോ നമുക്ക് അത്രത്തോളം ഈ ഒരു പാർട്ട് ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്കിത് ഒട്ടിച്ചെടുക്കേണ്ട ഒരു പരിപാടിയാണ്. അപ്പോൾ നമുക്ക് തെറ്റാതെ കറക്റ്റ് ലെവലായിട്ട് തന്നെ ഇത് ഒട്ടിച്ചെടുക്കണം. അപ്പം മേളിമേളിലായിട്ട് വെച്ച് നമുക്ക് എവിടെയെങ്കിലും തറയിലോ വല്ലതും വെച്ചൊക്കെ ഒട്ടിച്ചെടുക്കാം. അങ്ങനെ കറക്റ്റ് ലെവലായിട്ട് നമ്മൾ ഏകദേശം പിടിച്ച് നമ്മളൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. ഒട്ടിക്കുമ്പോൾ നല്ലപോലെ ഗ്ലൂ അപ്ലൈ ചെയ്യണം. കാരണം ഇത് പേപ്പറാണ് ഒന്നാമത്തെ കാര്യം. ഇനി നമുക്ക് ഈ കാണുന്ന പോലെ ചെറിയ 2 കാർഡ്ബോർഡിൻ്റെ പീസ് ആവശ്യമുണ്ട്. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഗണ്ണിങ്ങനെ പിടിക്കുമ്പോൾ ജസ്റ്റ് ഒരു ബലം കിട്ടാൻ വേണ്ടി മാത്രമാണ്. അങ്ങനെ നമ്മളത് ഒട്ടിക്കുന്നതിന് മുന്നേ ജസ്റ്റ് അതിൽ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ അതിലേക്ക് വേറൊരു പീസ് പേപ്പർ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളിത് വൈറ്റ് പേപ്പറിൽ തന്നെ നമ്മൾ കവർ ചെയ്ത് കൊടുക്കുകയാണ്. മൊത്തത്തിൽ നമ്മളൊരു വൈറ്റ് പേപ്പർ വെച്ചുകൊണ്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ എല്ലാം നമുക്ക് വൈറ്റ് ആക്കി എടുക്കണം. അപ്പോൾ അങ്ങനെയാണ് നമ്മളിതും വൈറ്റ് ആക്കി എടുക്കാൻ പോകുന്നത്. അങ്ങനെ എന്തായാലും നമ്മളെടുത്ത ആ ഒരു 2 കാർഡ്ബോർഡ് പീസും നമ്മൾ ഇതേപോലെ ചെറിയൊരു പേപ്പർ വെച്ചിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നേരെ നമ്മുടെ ആ ഒരു ഫ്രെയിമിലേക്ക് അങ്ങ് ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ ഒട്ടിക്കുന്ന കൂട്ടത്തിൽ നമുക്ക് ഏകദേശം ഒരേ ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്ന രീതി വേണം നമുക്ക് ഒട്ടിച്ചു കൊടുക്കാൻ. അപ്പോൾ ഏകദേശം ഒരെണ്ണം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരെണ്ണം കറക്റ്റ് അതിൻ്റെ തൊട്ട് നേരെ അപ്പുറത്തായിരിക്കണം. പിന്നുള്ളൊരു മെയിൻ കാര്യമാണ് നമ്മൾ ഈ പേപ്പറിൽ ഓരോന്നോരോന്നായിട്ട് നമ്മൾ ഒട്ടിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒട്ടിക്കാൻ ശ്രമിക്കുന്നത്. എത്രത്തോളം നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് നമ്മൾ ഒട്ടിക്കുന്നുണ്ടോ അത്രത്തോളം അത് ബലമായിട്ട് ഒട്ടിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് പേപ്പർ ആയതുകൊണ്ട് തന്നെ പശയുടെ കാര്യത്തിൽ നമുക്ക് ഒട്ടും പിശിക്കാൻ പറ്റത്തില്ല. അങ്ങനെ നമ്മൾ ആ ഒരു 2 പീസ് നമ്മൾ ആ ഒരു ഫ്രെയിമിൽ നമ്മൾ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഒട്ടിക്കുമ്പോൾ നമുക്കുള്ള ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പശ നമ്മൾ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ഒട്ടിക്കിട്ടും. അങ്ങനെ ആ പരിപാടി എത്ര അവിടെ കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത പരിപാടിയിലോട്ട് പോകാം. അങ്ങനെ നമ്മളിപ്പോൾ അടുത്ത വേറൊരു പേപ്പർ എടുത്തിട്ടുണ്ട്. അതൊരു പകുതി പീസാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് നമുക്കൊന്ന് നമ്മൾ നേരത്തെ ആ ഒരു പേനെ റോൾ ചെയ്തെടുത്ത പോലെ നമുക്കൊന്ന് റോൾ ചെയ്തെടുക്കണം. അങ്ങനെ ആ ഒരു പീസ് പേപ്പറിനെ നമ്മളിവിടെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചെറിയൊരു സൈസ് കൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെ ചെറിയൊരു സൈസ് നമ്മളിവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് തമ്മിലൊന്ന് ഒട്ടിച്ചു കൊടുക്കാനുള്ളതാണ്. അങ്ങനെ കറക്റ്റ് തെറ്റാതെ തന്നെ കറക്റ്റ് ലെവലിന് തന്നെ നമ്മൾ അതിന് മണ്ടയ്ക്ക് ഒരെണ്ണം ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ നമ്മുടെ ആ ഒരു ഫ്രെയിമിലോട്ട് അങ്ങ് ഒട്ടിച്ചു കൊടുക്കാം. ഫെവിക്വിക്ക് ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പശയുമായിട്ടുണ്ട്. അതിപ്പോൾ ഫെവിക്വിക്ക് ഉപയോഗിച്ചാൽ എപ്പോഴും ഇതാ സ്ഥിതി. ഇനി നമ്മൾ വേറൊരു പീസ് കാർഡ്ബോർഡിൽ നിന്ന് ഇതേപോലെ ചെറിയൊരു പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ട ഒരു ആവശ്യമുണ്ട്. ഇനി ആ കട്ട് ചെയ്തെടുത്ത കുഞ്ഞ് കാർഡ്ബോർഡ് പീസിനെ നമുക്ക് ജസ്റ്റ് ഒന്ന് വളച്ച് മടക്കി കൊടുക്കണം. അങ്ങനെ ഏകദേശം ഇതേപടി നമുക്കൊന്ന് വളച്ചെടുത്താൽ മാത്രം മതി. ഇനി നമുക്ക് നേരെ ഇതുകൊണ്ട് നമ്മുടെ ഗണ്ണിൽ അങ്ങ് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഗണ്ണിൻ്റെ ഈ ഒരു പോർഷനിലായിട്ടാണ് നമ്മൾ ഈ ഒരു പീസ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇത് ഒട്ടിച്ചു കൊടുക്കുന്നത് നമ്മൾ വെറുതെ അല്ല, ഇതിനും ഒരു ഉപയോഗമുണ്ട്. അതെന്തായാലും വഴിയെ നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും. എന്തായാലും ഇതുകൂടെ ഒട്ടിക്കുന്നത് കൂടെ നമ്മുടെ ഗണ്ണിൻ്റെ 90% പണി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പണി കൂടെ ബാക്കിയുള്ളൂ. ഇനി നമുക്ക് വേറൊരു പീസ് പേപ്പർ ആവശ്യമുണ്ട്. അതേ ഇതേപോലെ നമുക്ക് ജസ്റ്റ് ചുമ്മാ ഒന്ന് റോൾ ചെയ്ത് ചുമ്മാ ഒന്ന് മടക്കി ഒന്ന് സ്റ്റിക്ക് പോലെ ആക്കി എടുത്താൽ മാത്രം മതി. എന്നിട്ട് ഇനി നമ്മൾ ഈ ഒരു പേപ്പറിനെ ജസ്റ്റ് ഒന്ന് മടക്കി എടുക്കണം. ജസ്റ്റ് ഒന്ന് മടക്കി ഒരു ചെറിയൊരു യു ഷേപ്പിലാക്കി എടുക്കുന്നുണ്ട്. ഈ ഒരു പീസ് നമ്മുടെ ആ ഒരു ഗണ്ണിൻ്റെ ട്രിഗറായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ അതിലെ ചെറിയ ആദ്യത്തെ ഹോളിലേക്ക് നമ്മൾ അതിൻ്റെ ഒരു ഭാഗം നമ്മൾ ഇറക്കി കൊടുക്കുകയാണ്. നമ്മൾ ഫസ്റ്റ് ഇറക്കി കൊടുക്കുന്ന ആ ഒരു സൈഡ് നമ്മുടെ ആ ഒരു ഹോളിൽ കൂടെ അപ്പുറത്തോട്ട് ഇറങ്ങണം. കാരണം കുറച്ച് പോർഷൻ നമുക്ക് എക്സ്ട്രാ വെളിയിലായിട്ട് നിൽക്കണം. ഈ ഒരു പോർഷനിലാണ് നമ്മുടെ ആ ഒരു ഗണ്ണിൻ്റെ വർക്കിംഗ് നടക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അവിടെ കറക്റ്റ് നമുക്ക് കൊണ്ടെത്തിക്കണം. അങ്ങനെ ആദ്യത്തെ ഹോളിൽ കൂടെ നമ്മൾ കയറ്റിയത് അപ്പുറത്ത് ഇറക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഹോൾ ഗ്യാപ്പ് വിട്ടിട്ട് അടുത്ത സൈഡിലൂടെ നമുക്ക് അതിലൂടെ കയറ്റിയിറക്കാം. രണ്ടാമത്തെ സൈഡ് നമുക്ക് അങ്ങ് വരെ എത്തണമെന്നൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് കയറ്റി നമുക്ക് ആ ഒരു വിരൽ അവിടെ നിന്ന് എത്തിക്കാൻ ഭാഗത്തിന് ജസ്റ്റ് ഒരു ഗ്യാപ്പ് വിട്ടേക്ക്, അത്രയും മാത്രം മതി. അങ്ങനെ നമ്മുടെ ഗണ്ണിൻ്റെ ട്രിഗർ പുള്ളി ചെയ്യുന്ന സാധനം നമ്മളിവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ആ എക്സ്ട്രാ നിൽക്കുന്ന ആ ഒരു പോർഷൻ കണ്ടോ, ഈ ഒരു പോർഷൻ ഇവിടെ ഇത്രയും തള്ളി നിൽക്കണം. അപ്പം നമ്മൾ ആദ്യം അത് കുറച്ച് അകത്തോട്ട് കയറ്റി നിർത്തണം. എന്നിട്ട് നമ്മൾ ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അത് ഫയർ ചെയ്യുന്ന സമയത്ത് ആ ഒരു എക്സ്ട്രാ ഭാഗം നമ്മൾ വെളിയിലോട്ട് വരുമ്പം ആ ഒരു കാർഡ്ബോർഡ് പീസിനെ പുഷ് ചെയ്യും.
ആ പുഷ് ചെയ്യുന്ന സമയത്തായിരിക്കും നമ്മുടെ ബുള്ളറ്റ് ഫയറായി പോകുന്നത്. എന്തായാലും ഇനി കുറച്ച് പരിപാടിയും കൂടെ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഗണ്ണ് മൊത്തത്തിൽ പൂർത്തിയാവും. അപ്പോൾ നമുക്ക് ഇനിയും ഇതേപോലെ ഒരു പേപ്പറിൻ്റെ ആവശ്യമുണ്ട്. ഈ ഒരു പേപ്പർ ഇതേപോലെ മടക്കി എടുത്തിട്ട് ഇതിൻ്റെ അറ്റത്ത് ഒരു റബ്ബർ ബാൻഡ് ഇതേപോലെ വെച്ച് ജസ്റ്റ് ഒന്ന് മടക്കി ഇങ്ങോട്ട് എടുക്കണം. മടക്കി കഴിഞ്ഞിട്ട് ആ ഒരു പോർഷന് നമുക്ക് നല്ലപോലെ ഗ്ലൂ ചെയ്ത് പിടിപ്പിക്കണം. ഇതുണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ആ ഒരു റബ്ബർ ബാൻഡ് ഒട്ടിയേക്കുന്ന ഭാഗം അത്യാവശ്യം കറക്റ്റ് അല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ വീണ്ടും വേറൊരു പേപ്പർ എടുത്ത് ഈ ഒരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ ഈ പ്രാവശ്യം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഗ്ലൂ ചെയ്ത് നല്ലപോലെ ടൈറ്റ് ആയിട്ട് തന്നെ ഒട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നേരെ നമുക്ക് ലോഡ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഗണ്ണിൻ്റെ ആ ഒരു ഹോളിലേക്ക് ഈ ഒരു പീസ് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അതിലെ റബ്ബർ ബാൻഡ് ഇതേപോലെ പിടിച്ച് അപ്പുറത്തോട്ട് അങ്ങിടുവാണ്. അങ്ങനെ ഗണ്ണിൻ്റെ 100% പണി നമുക്ക് ഇവിടെ തീർന്നിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ. ഇനി നമുക്ക് ചെറിയൊരു മൈന്യൂട്ട് സാധനം കൂടെ ഉണ്ട് ബാക്കി. അതെന്തായാലും നമുക്ക് വഴിയെ ചെയ്യാം. എന്തായാലും നമ്മൾ ഇത് ജസ്റ്റ് ഒന്ന് ലോഡ് ചെയ്ത് നിർത്തി നിങ്ങളത് കാണിക്കുവാണ് ഇങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് എന്ന്. ഇനി നമ്മൾ ആ ഒരു മൈന്യൂട്ടായിട്ട് ചെയ്യാനുള്ള കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു കാർഡ്ബോർഡ് പീസിൽ ചെറിയതായിട്ട് ഒരു ഈർക്കിലിൻ്റെ കഷ്ണം നമുക്ക് ഇതിൽ ഒട്ടിച്ച് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ആ ഒരു ഈർക്കിലിൻ്റെ കഷ്ണം ഉള്ളപ്പോൾ നമ്മുടെ ആ ഒരു കാർഡ്ബോർഡ് കറക്റ്റ് താഴോട്ട് സ്ട്രൈറ്റ് ആയിട്ട് തന്നെ നിൽക്കും. അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു കാർഡ്ബോർഡ് അങ്ങ് വളഞ്ഞു പോകും. അങ്ങനെ വളഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് അതിൻ്റെ പ്രോപ്പർ വർക്കിംഗ് നടക്കത്തുമില്ല. അങ്ങനെ ആ ഈർക്കിൽ ഒട്ടിച്ചതിന് ശേഷം നമ്മൾ വീണ്ടും ഇത് ലോഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അകത്ത് ബുള്ളറ്റൊന്നും നമ്മൾ ഇട്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒരു ബുള്ളറ്റ് നമ്മളൊരു പേപ്പർ വെച്ചുകൊണ്ട് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഒരെണ്ണം. അങ്ങനെ ഇത് നേരെ നമ്മൾ അകത്തോട്ട് അങ്ങ് ലോഡ് ചെയ്ത് കൊടുക്കുവാണ്. ഇതിന് ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യേണ്ട കാര്യം ആ ഒരു കാഞ്ചി വലിക്കുക മാത്രമാണ്. അങ്ങനെ നമ്മൾ നേരെ ഇത് കൊണ്ട് ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ആദ്യം അത് മതിലോട്ടാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. മതിലോട്ട് ടെസ്റ്റ് ചെയ്തപ്പോൾ തന്നെ അത്യാവശ്യം നല്ല സ്പീഡിലാണ് സാധനം പോകുന്നത്. ഇനി നമ്മൾ അത്യാവശ്യം ഒന്ന് ദൂരെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ദൂരത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഫയർ ചെയ്താൽ എത്രത്തോളം പോകും നമ്മൾ നോക്കുവാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നൊന്ന് ജസ്റ്റ് ഒന്ന് ഫയർ ചെയ്ത് നോക്കുവാണ്. ഏകദേശം ഒരു 1.5 മീറ്ററോളം ഇത് നല്ല സ്പീഡിൽ തന്നെയാണ് പോകുന്നത്. എന്തായാലും ഈ ഒരു ഗണ്ണ് വെച്ചിട്ട് നമ്മൾ ചുമ്മാ ആകാശത്തോടെ ചുമ്മാ ഒന്ന് ഫയർ ചെയ്യാൻ പോവാണ്. ഇത് നമ്മൾ ചുമ്മാ ചെയ്യുന്നതാണ്. പക്ഷേ നമ്മൾ ഫയർ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് വേറൊരു കാര്യം കണ്ടത്. ആ ഒരു ഫയർ ചെയ്ത ബുള്ളറ്റ് നേരെ പോയത് അപ്പുറത്തെ വീട്ടിലോട്ട്. എന്തായാലും അതൊക്കെ ഇനി നമുക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ഈ വെറും പേപ്പർ കൊണ്ടുണ്ടാക്കിയ തോക്കാണ് നിങ്ങളെ കാണുന്നത്. എന്തായാലും അടിപൊളിയായിട്ട് കിടിലനായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. എന്തായാലും സാധനം നൈസാണ്. നമ്മൾ ലാസ്റ്റായിട്ട് ഇതിൽ അങ്ങോട്ട് പൊട്ടിച്ചപ്പോഴത്തേക്കും അത് പറഞ്ഞാൽ അപ്പുറത്ത് പോയി. അതൊരു കുഴപ്പമില്ല. നമുക്ക് പിന്നെ നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി ഒരു കിടിലൻ പേപ്പർ കൊണ്ടുള്ള അത് A4 പേപ്പർ വെച്ച് ഉപയോഗിച്ച് നമ്മൾ ചെയ്തെടുത്ത ഒരു അടിപൊളി ഗണ്ണാണ്. എന്തായാലും ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഉറപ്പായിട്ടൊന്ന് ലൈക്ക് ചെയ്യണം. പിന്നെ നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്തേരും. എന്തായാലും ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.